ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. നമ്മള് നാട്ടിലാണ്, വണ്ടി മാറിയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പം മുതലേ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി പോയിട്ടുണ്ട്, നമ്മളെ ഈ ഊബറിന്റെ കൊച്ചിയിലെ കൊച്ചി ഗ്രൂപ്പ് കൂടിയും മറ്റേ ഗ്രൂപ്പ് കൂടിയൊക്കെ ഷെയർ ആയി പോയിട്ടുണ്ട്. നമ്മൾ ഈ ഊബർ ഓടുന്നതിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടതിനാണ് ഇപ്പോൾ ഇങ്ങനെ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് കാലം മുമ്പേ ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയതായിരുന്നു. പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇപ്പൊ ഇതാ വീണ്ടും ഇന്നും കൂടി ഒന്ന് കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് വീഡിയോസും അതിന്റെ ഓഡിയോസും ഒക്കെ. ഞാൻ സാധാരണ ഇങ്ങനത്തെ വീഡിയോകൾക്കൊന്നും റിപ്ലൈ കൊടുക്കലില്ല. ഇതിപ്പോ ഒരു ലോഡ് മെസ്സേജുകൾ വരുമ്പോൾ ഒരാൾ രണ്ടാൾ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല. ഇതെല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനൊറ്റൊരു റിപ്ലൈ ആയിട്ട് വീഡിയോ തന്നെ ചെയ്ത് ഇറക്കുകയാണ്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. കുറച്ച് രണ്ട് വീഡിയോസും ഉണ്ട്, കുറച്ച് ഓഡിയോസും ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വീഡിയോ കണ്ടിട്ട് അതിന് റിപ്ലൈ കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മളൊരു സുഹൃത്ത് അയച്ചെന്നാ കേട്ടോ ഈ വീഡിയോ. 9:41 അയക്കണത് ടുഡേ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടോക്കാം. നമ്മൾ രാവിലെ തന്നെ വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6-7 വർക്കിന് ഇറങ്ങി നേരെ പ്ലേ സ്റ്റോർ എടുത്ത് ഊബറിന് റാപ്പിഡൊക്കെ. മച്ചാമാരെ, ഇവനെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വണ്ടി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്തേക്കണേ. ജോലി എടുക്കാൻ വന്നാൽ ജോലി എടുക്കണം, അല്ലാതെ ഇവിടെ വന്ന് ജോലി എടുത്ത് അത് കാണിച്ച് ബ്ലോഗും ചെയ്ത് മറ്റുള്ളവരെ എല്ലാം ഈ കൊച്ചി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് കുഴിച്ചടിക്കണ ഇതേപോലത്തെ ബ്ലോഗർമാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇനി നമ്മളെല്ലാവരും പെട്ടത് തന്നെയാണ്. കാരണം എല്ലാവരും വരിക, ജോലി എടുക്കുക, അത് തന്നെയാണ് കൊച്ചിക്കാർ എല്ലാവരും സ്വീകരിക്കുന്നത് തന്നെ. കാരണം ആരും ഇതുവരെ കൊച്ചിയിലുള്ളവരെ എതിർത്തിട്ടില്ല. പക്ഷെ കൊച്ചിയിലുള്ളവർക്ക് ഇപ്പൊ വോട്ടില്ലാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതേപോലത്തെ ബ്ലോഗർമാർ ചെയ്യുന്ന വൃത്തികേട് കൊണ്ട് മാത്രമാണ്. നമ്മൾ ഓണാക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഓണാക്കി ഉടനെ നമുക്ക് കങ്ങരപ്പടിയിൽ ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ വോയിസ് കേൾക്കണ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്ത് മൈലാണ് ഈ പറയണെന്ന്. ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന നിങ്ങൾക്കറിയാം ഈ പ്രസ്ഥാനം നഷ്ടത്തിലാ പോകുന്നത്. പക്ഷെ ഇവൻ വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് ഇവനിക്ക് അതിൽ നിന്നൊരു വരുമാനമുണ്ട്, ഓൺലൈൻ ടാക്സിയിൽ നിന്ന് വരുമാനമുണ്ട്. രണ്ടും കൂടി എങ്ങനെയെങ്കിലും കൂട്ടിക്കഴിച്ചാൽ ഇവർക്ക് അത് ലാഭം തന്നെയാണ്. അപ്പൊ രണ്ടും കൂടി ഉണ്ടെങ്കിൽ ലാഭം തന്നെയാണ് ഈ പ്രസ്ഥാനം. പക്ഷെ ഇവന്റെ വാക്ക് കേട്ട് വന്ന് ചാടുന്നവരും നമ്മളെ പോലെ ഉള്ളവരും ആണ് ഈ നഷ്ടത്തിൽപ്പെടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവനെ പോലെ രണ്ടു തരം വരുമാനം, ഇവൻ ബ്ലോഗ് ചെയ്തുണ്ടാക്കുന്ന വരുമാനവും ഓൺലൈൻ ടാക്സിയിൽ നഷ്ടത്തിലോടുന്ന വരുമാനം ഉണ്ടെങ്കിൽ ഇവനിക്ക് അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത പാവങ്ങളായ ഓൺലൈൻ ടാക്സി ഡ്രൈവർ എന്ത് ചെയ്യും? അപ്പൊ ഇവനെ പോലുള്ളവരാണ് മറ്റുള്ളവരെയും കൊണ്ടുവന്ന് കുഴിയിൽ ചാടിക്കുന്നത്. ആദ്യം ഇതേപോലത്തെ വിഷങ്ങളെയാണ് നമ്മൾ ഒതുക്കി നിർത്തേണ്ടത്. ഇവൻ വരട്ടെ, ഓടിക്കോ, കുഴപ്പമില്ല. പക്ഷെ അത് കാണിച്ച് ഇവൻ വരുമാനം ഉണ്ടാക്കി മറ്റുള്ളവരെ കുഴിയിൽ ചാടിക്കാൻ നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കരുത്. നിങ്ങള് വീഡിയോ കേട്ടല്ലോ, ഇതാണ് ഇപ്പൊ വീഡിയോയിൽ ആള് പറയുന്നത്. ആളെ വർത്താനൊക്കെ അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് വർത്താൻ പറയുന്നുണ്ട്. ഇത് ഒറ്റ വോയിസിൽ പറഞ്ഞതാണോ അതോ കട്ട് ചെയ്ത് കയറ്റിയതാണോ നമുക്കറിയില്ല. അതിൽ സംസാരം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇയാളോട് പറയാനുള്ളത്, ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മള് വീഡിയോ എടുത്തിട്ട് അതിന്റെ മൂട്ട് പോയിട്ട് സംസാരിക്കണ പരിപാടി അല്ല നല്ലത്. ഇതുപോലെ ക്യാമറന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ ആളെ നമുക്ക് കാണണം. അല്ലാണ്ട് നമ്മളെ വീഡിയോ വെച്ചിട്ട് അതിന്റെ ബാക്കിൽ പോയിട്ട് കൊണ പറഞ്ഞിട്ട് കാര്യമല്ല, നമുക്ക് ആളെ കാണണം. പിന്നെ ആള് പറയുന്നത്, വീഡിയോയിൽ പറയുന്നത് നമ്മള് കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് കുഴിയിൽ ചാടിച്ചു എന്നാ. അതേതാ കുഴിന്നൊന്നും നമുക്കറിയില്ല. കുറെ മെട്രോന്റെ കുഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ ഏത് കുഴിയാന്ന് നമുക്കറിയില്ല. അതൊക്കെ തെളിയിച്ച് പറയണേ ഏത് കുഴിയാന്ന്. അല്ലാതെ കുറെ കുഴി ചാടിച്ചു, മറ്റേ കൊക്കി ചാടിച്ചോണ്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളും പറഞ്ഞൂടെ, നിങ്ങൾ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് കുഴി ചാടിക്കണ്ടാ പറ്റുമോ? ആള് രണ്ടാമത് പറയണതാണ് ഓട്ടമില്ലാത്തതിന്റെ കാരണം. നമ്മൾ വീഡിയോ ഇട്ടിട്ടാണ് ഓട്ടമില്ലാത്തതെന്ന്. അങ്ങനെ ഒരു ഇതുമില്ല. ഞാനിപ്പോ ഊബറിൽ വന്നിട്ട് 2.5 വർഷമായി. ഞാൻ ആ വന്ന സമയത്ത് നല്ലോണം ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓട്ടം കുറവ്. അപ്പൊ സ്വന്തമായിട്ട് വണ്ടി എടുത്തപ്പോ ഓട്ടം കുറഞ്ഞു. അത് ഈ സ്വന്തം വണ്ടി എടുക്കണവരൊക്കെ ഒരു കുഴപ്പമാണ്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലം കാണുമ്പോൾ അന്ന് വയറുവേദനയാണ്, ഇന്ന് തലവേദനയാണ്, നല്ല ബ്ലോക്കാണ്, അതെല്ലാവരും നിർത്തും. അതുപോലെ ഞാനും നിർത്തി. അങ്ങനെ ഓട്ടം കുറയണേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ശരിക്കാണ് പണിയെടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ 2 കൊല്ലത്തിൽ ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഒരു റെന്റ് വീട്ടിലാണ് നിന്നീനെ. അവിടെ ഫുള്ള് ഊബർ ഓടുന്ന ആൾക്കാരായിരുന്നു. അന്ന് ഓടുന്ന ആൾക്കാർ ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അവർ കാരണം കുടുംബ ജീവിതം ഇവിടെ കോഴിക്കോടും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവരൊക്കെ ഡെയിലി അന്ന് ഇറങ്ങിയ പോലെ തന്നെ രാവിലെ വർക്കിന് ഇറങ്ങും. അടിപൊളിയായിട്ട് 16 മണിക്കൂറാണ് ഊബർ സമയം കൊടുക്കണം ഓടാൻ. അതുപോലും ഫുൾ ആവണില്ല. എന്നിട്ട് പോലും അവരൊരു ഹെവി എമൗണ്ടിന് ഡെയിലി ഓടുന്നുണ്ട്. അതെങ്ങനെ കിട്ടുന്നത്? അവരൊക്കെ 4-5 വർഷമായി ഊബറിൽ, ഇപ്പോഴും അവർക്ക് അതേ ഓട്ടം കിട്ടുന്നുണ്ട്. അതെന്താ കാരണം? ഡെയിലി വർക്കിന് അടിപൊളിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഊബർ ട്രിപ്പ് തരും. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വല്ല തണലും കാണുമ്പോൾ സൈഡാക്കുക, വീടിന്റെ അടുത്തുകൂടി പോകുമ്പോൾ വീട്ടിൽ കയറുക, ഇങ്ങനത്തെ പരിപാടി ആകുമ്പോൾ പൈസ കിട്ടൂല, ഓട്ടവും കിട്ടൂല. കൂടുതൽ ഓടുന്നവർക്ക് ഊബർ എത്ര നേരം ഓൺലൈനിൽ കിടക്കും അത്ര നേരം ഊബർ പ്രയോറിറ്റി കൊടുക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് ഓട്ടം ഉണ്ടാവും. ഓടുന്നവർക്ക് ഓട്ടം ഉണ്ടാവും, പണിയെടുക്കുന്നവർക്ക് ഓട്ടം ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാണ്ട് അങ്ങനെ ഓട്ടം കുറയൊന്നുമില്ല. ഓക്കെ, നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ കൂടി വരുന്നതായിരിക്കും പോയി പറഞ്ഞിട്ടുണ്ടാവുക. കുറെ ഡ്രൈവർമാർ വന്നാലും അതിനനുസരിച്ച് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കൂടി വരുന്നുണ്ട്. അതും ആലോചിക്കണം. പണ്ട് പറഞ്ഞാല്
പണ്ട് നല്ല ഓട്ടം ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രൈവർമാരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് ബുക്ക് ചെയ്തില്ലാത്ത ആൾക്കാർ ഇപ്പൊ ഉണ്ടാവും അവിടെ കൊച്ചിയിൽ. ഞാനടക്കം, ഞാൻ പണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഇപ്പൊ കൊച്ചിയിലില്ലേ, ഞാൻ തന്നെ അവിടെ എത്ര ഊബറുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഊബർ ബുക്ക് ചെയ്യാനും ഡ്രൈവർമാരും കൂടുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, നല്ല വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാക്കനാട്ടിക്ക് മെട്രോ ഉണ്ടായിരുന്നില്ലല്ലോ, അതപ്പോൾ അവിടെ മെട്രോ വന്നുകൊണ്ടിരിക്കണം. ഇനി ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ അവിടെ മെട്രോ ആയി. അതിപ്പോ എന്താ കാര്യം, ദിവസം അങ്ങനെ കാലം മാറുന്നതോറും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് കൂടും, ഒക്കെ കൂടും. ട്രിപ്പ് കുറഞ്ഞിട്ടൊന്നുമില്ല. ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അറിയുന്ന ആൾക്കാർ ഇപ്പോഴും ഓടിയിട്ട് ആ പഴയ പോലെ ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും പറ്റും. ഓടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുകയും ചെയ്യാം അവിടെ. പിന്നെ ഈ വീഡിയോ ഇടുന്നത് ഞാൻ മാത്രമൊന്നല്ല അവിടെ കൊച്ചിയിലുള്ളത്. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കൊച്ചിക്കാർ വരെ ഒരു 3 ചാനൽ എനിക്കറിയും. നമ്മളിലാറെ റീച്ചുള്ള 3-4 അക്കൗണ്ട് എനിക്കറിയും. പിന്നെ പുറത്തത്തെ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. ഇത് നമ്മളത് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളത് ആകെ ഒരു 1K 2K ഒക്കെ കാണുള്ള ആൾക്കാർ. അതിലും ആൾക്കാർ കാണുന്ന ചാനലുകൾ അവിടെ കൊച്ചിയിലുണ്ട്. അവർക്കൊന്നും പ്രശ്നമില്ല, അവർ വീഡിയോ കണ്ടു വന്നാൽ കുഴപ്പമില്ല. അങ്ങനെയാണ്, നമ്മളെ വീഡിയോ കണ്ടു വന്നാൽ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാവർക്കും പ്രശ്നമുള്ളൂ. ഈ ബാംഗ്ലൂരൊക്കെ എത്രത്തോളം യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. അവിടെ ആർക്കെങ്കിലും ഓട്ടം കുറയുന്നുണ്ടോ? അവിടെ ആകെയുള്ള ഒരു പ്രശ്നം ബ്ലോക്ക് മാത്രമാണ്. നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെ. ഇതുവരെ അവിടെ ഓട്ടം കുറഞ്ഞിട്ടില്ല. ഓട്ടമൊക്കെ അവിടെ ഉണ്ട് ബാംഗ്ലൂര്. അതിനനുസരിച്ച് ബ്ലോഗർമാരും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് അവിടെ വല്ല കുറവുണ്ടോ? പണിയെടുത്താൽ പൈസ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ആള് വീഡിയോയിൽ പറയുന്നത് നമുക്ക് 2 വരുമാനം ഉണ്ടെന്നാ. നമുക്ക് എത്രയോ വരുമാനം ഉണ്ടായിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ നോക്കേണ്ട ആവശ്യമല്ല. പിന്നെ ഇയാൾ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് ഇയാളാണ് നമുക്ക് പൈസ തരുന്നതെന്നുള്ള രീതിയിലാ. യൂട്യൂബിൽ നിന്ന് ചിലപ്പോൾ ഇയാള് യൂട്യൂബിന്റെ ആൾക്കാരൊക്കെ അക്കൗണ്ട് ചിലപ്പോൾ 50,000 ഇടുന്നുണ്ടാവും, നമ്മൾ കാണില്ല. നമുക്ക് ഇതുവരെ പൈസ കിട്ടിയില്ല കേട്ടോ. ആള് ചിലപ്പോൾ എന്റെ അക്കൗണ്ട് 50 ഇടുന്നുണ്ടാവും, നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പൈസ. സോഷ്യൽ മീഡിയയിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് പൈസ കിട്ടിയില്ല. പിന്നെ ഏതാണ് ഈ 2 വരുമാനം എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എന്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഊബർ എന്നുള്ളത് ഞാൻ എന്റെ ജോലിയാണ്. അപ്പൊ അതും ആ ഒരു ലൈഫിൽ വരും, ആ വീഡിയോയിൽ അതും വരും. കാരണം അന്ന് ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ ഞാൻ ഊബറിൽ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും വരും ഇവിടെ അടിപൊളിയാണ്, നല്ല ലക്ഷങ്ങൾ സമ്പാദിക്കാം, കുറെ വണ്ടികൾ വാങ്ങാം, ഊബറിന് കുറെ പൈസ ഉണ്ടാക്കാന്നൊന്നും ഞാൻ പറയണില്ല. അന്ന് എന്തോരം ആൾക്കാർ യൂട്യൂബും മറ്റേതൊക്കെ നിർത്തിയിട്ട് ഊബർക്ക് വരൂലേ, ഊബറിൽ ഇത്ര പൈസ ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരൂല്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഓടലില്ല. ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസമോ ചിലപ്പോൾ 4 ദിവസമൊക്കെ അടുപ്പിച്ച് ഓടിയത് അത്ഭുതമാണ്. നമ്മൾ ഓടലില്ല, വണ്ടി എടുത്തതിന് ശേഷം ഓട്ടം കുറവാ. വേണമെങ്കിൽ ഞാൻ ഇതുവരെ എന്റെ ഏണിങ്സ് ഇപ്പോൾ വല്ലാണ്ട് കാണിക്കലില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇറങ്ങിയോണ്ട് ഞാൻ കാട്ടിത്തരാം ഞാൻ എത്ര ദിവസം ഓടുന്നുണ്ട്, ഞാൻ എത്രത്തോളം ഏൺ ചെയ്യുന്നുണ്ട് ഞാൻ കാട്ടിത്തരാം. ഇത് കണ്ടിട്ട് ആൾക്കാർ വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കി നോക്കാലോ. ഞാൻ ആകെ ഓടുന്നതാണ് ഈ ആഴ്ച 5,000 റുപ്യ ഓടി, കഴിഞ്ഞ ആഴ്ച 7,000, പിന്നത്തെ 3,000, 4,000, 4,000, 1,600, 2 ദിവസമൊക്കെ ഇവിടെ ഓടിയിട്ടുള്ളൂ. നമ്മളത് കുറേ ലീവുകളാ. പണ്ട് ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ലോണം ഓടിയിട്ടുണ്ടായിരുന്നു. 856 രൂപക്കൊക്കെയാണ് ആഴ്ചയിൽ ഒരു ദിവസം ഓടിക്കണേ. പിന്നെ ഞാൻ അന്ന് ലീവാ, ഫുള്ള് ലീവാ. ഇവിടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അധികം നമുക്ക് ലീവാ എടുത്തിക്കണേ. ഇത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ കൂടുതൽ ലീവാ എടുത്തിക്കണേ. 800 റുപ്യക്ക് 1,600 റുപ്യൊക്കെയാണ് നമ്മൾ ഓടിക്കണത്. ഇത് കണ്ടിട്ട് ആര് വരാനാ ഇവിടെ അതിലെന്താണ് കൂടുതൽ ഏണിങ്, എന്താണ് ഇപ്പൊ അതിൽ കാണിക്കണത്? 800 രൂപക്ക് ഓടിയതോ? ഒരു CNG അടിക്കണമെങ്കിൽ 800 റുപ്യ ഫുൾ ടാങ്കിന് പോകും. പിന്നെ നമ്മളെ ഫുഡ് ഒരു 300 റുപ്യ പോകും, റൂം റെന്റ്. പിന്നെ സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഇഷ്ടം പോലെ മെയിൻ്റനൻസ് ഉണ്ട്. ഞാൻ അതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അന്ന് ആ ഫിറ്റ്നസിനൊക്കെ പോയപ്പോൾ 36 റുപ്യന്റെ ബില്ല് ടോട്ടലായി. പിന്നെ ടയർ മാറ്റല്, അലൈൻമെന്റ്, വാഷിങ് ഇല്ല, പിന്നെ സർവീസ് 10,000 കിലോമീറ്റർ പോകുമ്പോൾ 7,000 റുപ്യ ഷോറൂമിൽ പോകും. പിന്നെ എനിക്കിപ്പോ ഈ കണ്ട ഏണിങ്സിൽ എനിക്ക് പിന്നെ എന്താ ഉണ്ടാവുക ലാഭം? ഇന്ത്യ ഈ ലാഭമില്ലാത്ത വീഡിയോ ആൾക്കാർ കണ്ടിട്ട് എങ്ങനെയാണ് ഊബർക്ക് ആൾക്കാർ വരിക? നമ്മളെ 2 വരുമാനം കൊണ്ട് ഇവൻ ജീവിച്ചു പോകും. നല്ല വരുമാനം. യൂട്യൂബിൽ നിന്ന് 60,000 റുപ്യ വരുമാനം ഉണ്ട് മാസം. ഊബറിന്ന് 70,000, കുറെ ഉണ്ട്. നമ്മളെ കയ്യിൽ താങ്ങാത്തോണ്ട് എടുത്തു വെച്ചിക്ക, കുറെ പൈസ ഉണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് ജീവിച്ചു പോവാ, സെറ്റാണ്. പാവപ്പെട്ടവരെ ഞാൻ കുഴിച്ചടിക്കാത്ത ആരാണ് ഞാൻ കുഴിച്ചടിച്ചിക്കണേ? അതിൽ ഒരാളെ കാട്ടിക്കൊണ്ട ഈ വീഡിയോ ചെയ്ത ആള് ഞാൻ കുഴിച്ചടിച്ചേ. ഞാൻ ഇവിടെ ഊബർ ഓടിയിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാം, നല്ല സമ്പാദിക്കാം, ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരൂ, എല്ലാ ഗൾഫ് ജോലികളും നിർത്തി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കടാ, വണ്ടി എടുത്താലേ ലാഭം ഉണ്ടാവുള്ളൂ, വണ്ടി എടുത്ത് ഓടിച്ച ഏതേലും ഒരുത്തനെ കുഴിച്ചടിച്ചൊന്ന് കാട്ടിക്കൊണ്ട. വീഡിയോന്റെ മറവിൽ നിന്നാണ്ട് വെറുതെ ഒരു വോയിസ് പറഞ്ഞാൽ പോരാ, നല്ല രീതിക്ക് അടിപൊളിയായിട്ട് വോയിസ് ചെയ്തുക്കണം, അതൊക്കെ. പക്ഷെ പറഞ്ഞത് സത്യമാണെങ്കിൽ അങ്ങനെ ഒരാൾ കുഴിച്ചാടിയത് ഞാൻ കാരണം, ഞാൻ വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞാണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് വന്ന് കുഴിച്ചാടിയ ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് കാട്ടിക്കൊണ്ട. അങ്ങനെ ആരും ഉണ്ടാവില്ല. ഞാൻ ആരോടും ഇതുവരെ വണ്ടി എടുത്ത് വരാനോ ഊബർ ഓടാനോ ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ നമ്മളെ വീഡിയോയില് ആള് പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് വോയിസുകൾ ഇട്ടിട്ടുണ്ട്, നമുക്കൊരു 3-4 വോയിസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടോക്കാം. ഇത് വേറൊരു സുഹൃത്ത് നമുക്ക് അയച്ചതാണ്. ഒരു റാപ്പിഡോ കൊച്ചിൻ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണിത്. അതിൽ നമ്മളൊരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിയിലുള്ള വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അയച്ച വോയിസുകളാണ് ഈ വോയിസുകൾ. അപ്പൊ ഇത് നമുക്ക് കുറച്ച് കേട്ടോ, ഒരു 4 വോയിസ് ഉണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
കണ്ടില്ലേ, ഒരു ഡ്രൈവ് ലൈസൻസ് എടുത്ത് പിറ്റേന്ന് പ്ലേ സ്റ്റോർ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഒരു പുതിയ വണ്ടി പിറ്റേന്ന് പോയി എടുത്ത് ഒക്കെ സെറ്റഡാണ് സംഭവം. എല്ലാം ഓക്കെയാണ്, നമ്മളൊന്നും പറയണില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞ വരികയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവനെയൊക്കെ ഒന്ന് കൈ കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് ഊബറിന്റെ ഓട്ടത്തെ കുറിച്ച്, ഊബറിന്റെ കമ്പനിയെ കുറിച്ചും റാപ്പിഡോ കമ്പനിയെ കുറിച്ച് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. ഒരു ചെറ്റ വോയിസ് ഇട്ടതാണത്. നമുക്ക് ഊബറിനെ പറ്റി റാപ്പിഡോനെ പറ്റി ക്ലാസ് എടുക്കാന്ന്. നമുക്ക് ആരും ക്ലാസ് വേണ്ട. ഓക്കെ, ഇതിലിപ്പോ വലിയ ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല. ഓണാക്കുക, ഓടുക, പണിയെടുക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ പൈസ ഉണ്ടാക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഒരാൾ വീഡിയോ ഇട്ടുകൊണ്ട് എഴുതിയിട്ട് അവൻ വീഡിയോ ഇട്ടോണ്ട് എന്റെ ഓട്ടം പോയി, ഞാൻ പോട്ടെ. എന്തുകൊണ്ട് പോകുന്നില്ല? വേറെ പണി എന്താ നോക്കാത്തെ? ഞാൻ വീഡിയോ ഇട്ടോണ്ടൊന്നല്ല ഓട്ടം പോയിക്കണം, ഓടാത്തോണ്ടാണ്. എവിടെങ്കിലും വല്ല തണലും കാണുമ്പോ, മരത്തിന്റെ അടിയിൽ വല്ല തണലും കാണുമ്പോ അവിടെ കയറ്റും. ഇന്ന് ബ്ലോക്കാണ്, ഇന്ന് വയറുവേദനയാണ്, ഇന്ന് തലവേദനയാണ്, ഇന്ന് നടക്കൂല, അങ്ങനെ പറഞ്ഞ് നിൽക്കണോണ്ടാണ് ഓട്ടമില്ലാതെ. അതിൽ പെട്ടതാണ് ഞാനും ഓടലില്ല. ഞാനും ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഇന്നിപ്പോ ഒരു വീഡിയോ വരാൻ നിന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒഴിവാക്കി, അത് നാളെ വരുള്ളൂ. അപ്പൊ ഇന്ന് വന്നതാണ് ഈ വീഡിയോസും കാര്യങ്ങളും. അപ്പൊ ഇന്ന് തന്നെ ഇതിന് ചൂടോടെ തന്നെ മറുപടി കൊടുക്കണം. ആ കഴിഞ്ഞ വീഡിയോയിൽ വരെ ഞാൻ ഉച്ച വരെ ഓടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തലവേദന ആണ്, ഞാൻ സൈഡാക്കി. അതെന്താ, റെന്റ് വണ്ടിയാണെന്ന് ഞാൻ ഓടിയിട്ടുണ്ടാവും. സ്വന്തം വണ്ടി എടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മടി ഉണ്ടാവും. കൂടുതൽ സ്വന്തം വണ്ടികൾ എടുത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ മടി ഉണ്ടാവുക. റെന്റിനില്ലോല് എങ്ങനെയും പൈസ ഉണ്ടാക്കും, ഓടും. ഞാൻ ആദ്യം ഓടിക്കുന്നതാണ്. ഞാൻ ആദ്യം റെന്റിനായപ്പോ നല്ലോണം ഓടിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അന്വേഷണം എടുക്കണത്. കാരണം ഇവന് ഇട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മ പറയണ കാര്യം ഇവനെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കും. ഞാൻ എന്റെ വീട് നെക്സയുടെ വഴിയാണ് പോകുമ്പോളാ മുണ്ടമ്പലത്തേക്ക് പോണ വഴിക്കാ. ഇവന്റെ വീഡിയോ കണ്ടതിനാ വണ്ടി എടുക്കാത്തവന്മാര് വണ്ടി എടുത്തുകൊണ്ട് വരും. ആ മാതിരിയാണ് ഇവന്റെ തള്ളി മറിക്കല്. ഇവന്റെ ഒരുപാട് വീഡിയോ ഡെയിലി ചെയ്യേണ്ടത്, ഡെയിലി തന്നെ പരിപാടി. ഇവന്റെ വീഡിയോ കണ്ടിട്ട് ഒരു ചുരുങ്ങിയത് ഒരു 500 വരെയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള നാറികളാണ് ഈ ഉള്ള ആൾക്കാരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. ആൾക്കാരെ വിളിച്ചോണ്ട് വന്നിട്ടുള്ള തെറ്റല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നു കഴിയുമ്പോഴേ അവരുടെ ബുദ്ധിമുട്ട് നോക്കണമല്ല. അതാണ് വന്ന് പെട്ട് കഴിയുമ്പോഴാണ് ഓരോന്നൊക്കെ ചെയ്തു പോണത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കാക്കനാട് ലേലം ഉണ്ടായി. അതിൽ കൂടുതലും ടാക്സി വണ്ടികളായിരുന്നു, മറ്റേ ശ്രീരാമിന്റെ. ഇനി ജനുവരി ഫെബ്രുവരി മാസത്തിലെ ലേലമുണ്ട്. അതില് ഇതിന് കൂടുതലുണ്ടാവും ടാക്സി വണ്ടികൾ. അപ്പൊ ആദ്യം പറഞ്ഞ ആള് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഉടനൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. ഏത് വീഡിയോ ആണ് ഡിലീറ്റ് ചെയ്തത്? ഞാൻ ഒരിക്കലും അത് നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയാത്തോണ്ടാണ് ഇങ്ങനത്തെ വളവള വർത്തമാനം പറയണത്. യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിന്റെ റീച്ച് പോകും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ പരിപാടി ചെയ്യൂല. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ ഇടുള്ളൂ. അല്ല ഇട്ടിട്ട് ഡിലീറ്റ് നമ്മൾ ആക്കൂല, നമ്മൾ ആക്കിയിട്ടുമില്ല. അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടില്ല. ഏത് വീഡിയോ ഡിലീറ്റ് ആയ കാര്യമാണ് ഈ പറയണത് എനിക്കറിയില്ല. അടുത്ത ആള് പറയുന്നത് നമ്മളെ വ്ളോഗ് കേട്ട് കഴിഞ്ഞാല് വണ്ടി എടുക്കാത്തവര് വരെ വണ്ടി എടുക്കുന്ന പറഞ്ഞത്. എന്റെ ഏണിങ്സ് കണ്ടിട്ട് അമ്മാരി തള്ളി മറിക്കലാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു തള്ളലും ഇല്ല. നമ്മൾ പ്രൂഫ് കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മള് വീഡിയോ മൊബൈൽ കാണിക്കാണ്ട് ഇന്ന് 5000 ഓടി 8000 ഓടി ഞാൻ ഒരിക്കലും പറയണില്ല. അതിൽ കാണിക്കണ കാര്യം മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ. അതിലെവിടെ തള്ളിമറിക്കലെവിടെ? ഞാൻ എന്റെ ഫോണിൽ അതും എന്റെ ഏണിങ്സ് കണ്ടിട്ട് അങ്ങനെ ആരും വണ്ടി എടുക്കൂല. കാരണം 800 റുപ്യക്ക് ഓടുന്നതും 1600 റുപ്യക്ക് ഓടുന്നതും ആ എടുക്കണവരെ ചിന്തിക്കും ഇതിലിപ്പോ എന്താ ലാഭം. എന്താ വണ്ടിക്ക് തന്നെ ഒരു മാസം ഒരു കുറഞ്ഞതൊരു 15000 EMI വരും. അതിന് പുറമെ നമ്മളെ അന്നത്തെ ഫുഡ് ചെലവ് ഒരു 200-300 റുപ്യ ഫുഡ് ചെലവ്. റൂമിന് 3000 ആണെന്നുണ്ടെങ്കിൽ ഡെയിലി 100 റുപ്യ പോകും. പിന്നെ CNG, പിന്നെ നേരത്തെ പറഞ്ഞ വണ്ടിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എന്താണ് ഏണിങ്സ് എന്താ ഉള്ളത്? ഇത് കണ്ടിട്ട് ആരെങ്കിലും വണ്ടി എടുക്കോ? 8 ലക്ഷത്തിന്റെ വണ്ടി ഇന്റെ വ്ളോഗ് കണ്ടിട്ട് ആരും വണ്ടി എടുക്കൂല. നമ്മളത് അങ്ങനെ ഉള്ളു, അത്ര ഉള്ളു ഏണിങ്സ് നമ്മൾ. പിന്നെ അതിൽ നമുക്കൊന്നും തള്ളി മറിക്കാല്ല. കാരണം ഞാൻ എന്റെ മൊബൈലിൽ കാണുന്നതാണ് കാട്ടി കൊടുക്കണ വീഡിയോയില്. അതിന് ഞാൻ എനിക്കൊന്നും പറയുമ്പോ അത് മാറൂല. ഇതിലുള്ള ഡിജിറ്റല് ഞാൻ വർത്താനം പറയുമ്പോൾ സംസാരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് മാറൂല. അത് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടെന്നാണ് ആള് പറയുന്നത്. ഞാൻ അതിനാണ് നേരത്തെ പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങള് ഈ യൂട്യൂബ് പറയുന്നത് വേറൊരു പ്ലാറ്റ്ഫോമാണ്, ഊബറിന്റെ വക ഉള്ളതല്ല. അപ്പൊ അതിലിപ്പോ ഞാൻ ഊബറിലല്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടും. അപ്പൊ അന്ന് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ ഇടുന്നത്. അല്ല ഊബർക്ക് കുറെ ആളെ കൂട്ടണമെന്നോ കുറെ ആൾക്കാരെ വണ്ടി എടുത്ത് വരണമെന്നോ അങ്ങനത്തെ ഒരു ചിന്ത നമുക്കില്ല. ഊബറിലെ ആൾക്കാർ കൂടിയിട്ട് എനിക്ക് എന്താ പ്രയോജനം? എന്താ എനിക്കൊരു പ്രയോജനം ഇല്ല. അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ കയറ്റുമ്പോൾ എനിക്ക് അതിന് ഓരോ ഫീസ് വാങ്ങണം. ഞാൻ അതും ചെയ്യണില്ല. ആരോട് വണ്ടി എടുക്കാനും പറയണില്ല, ആരോട് ഊബർ ഓടാനും ഇങ്ങോട്ട് വരാനും പറയണില്ല. ഒരു വീഡിയോയിൽ പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ നല്ലോണം സമ്പാദിക്കാൻ പറ്റും, ഇങ്ങോട്ട് വരുന്ന ഞാൻ ഒറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ആളതിന്റെ ഇടയിൽ പറഞ്ഞു കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നല്ല പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെന്താണ് പ്രശ്നം? ഞാൻ നുണ പറഞ്ഞു എന്നാണ് പിന്നെ അടുത്തത് പറയണത്. ഞാൻ എന്താ നുണ പറഞ്ഞത്? ഒന്നുമല്ല. ആള് വരുന്നതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഒക്കെ സ്വന്തം പോക്കറ്റിക്ക് ഉണ്ടാക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ ഈ വർത്തമാനം പറഞ്ഞ ആള്. അതാണ് രണ്ടാമത് മാറ്റി പറഞ്ഞത്. ആള് വരുന്നീനല്ല, വരുന്നീന് തന്നെയാണ്. ആള് പുതിയ ആൾക്കാർ വരുന്നീന് തന്നെയാണ് ഇവർക്ക് പ്രശ്നം. ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഈ വരുന്ന ആൾക്കാർ പണിയെടുക്കാൻ വരുന്നതാ, അല്ലാതെ വെറുതെ കയ്യും നീട്ടി പൈസ അങ്ങനല്ല.
പണിയെടുക്കണവന് പൈസ കിട്ടും. ഈ വർത്താനം പറയണതിന് ഒരു പണിയെടുത്തിട്ടുണ്ടാവില്ല. വരുന്നോ പണിയെടുക്കണുണ്ടാവും, ഓന് പൈസയും കിട്ടും. പണിയെടുക്കാത്തവർക്ക് ഇവിടെ പൈസ അല്ല, പണിയെടുത്തവർക്ക് മാത്രമേ പൈസ ഉള്ളൂ. ആൾക്കാരെ വിളിച്ചിട്ട് വന്നിട്ടുള്ള തെറ്റല്ല പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നു കഴിയുമ്പോഴേ അവരുടെ ബുദ്ധിമുട്ട് നോക്കണമില്ല. അതാണ് വരുന്നവരെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണല്ലോ. നമ്മൾ എന്തിനാ വേറുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണേ? നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ജീവിക്കുക, അത്ര തന്നെ. ആദ്യം നമ്മളത്, അത് കഴിഞ്ഞിട്ട് വേറുള്ളവർക്ക് നോക്ക്. നമുക്കാണ് അവിടെ ബുദ്ധിമുട്ട്, ആള് വരുന്നത് കൊണ്ട് നമുക്കാണ് ബുദ്ധിമുട്ട്. അതാണ് ആ വോയിസിൽ പറഞ്ഞത്. ആളതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞു. അല്ലാതെ വരുന്നവന്റെ ബുദ്ധിമുട്ടല്ല ഇപ്പൊ ഈ പറഞ്ഞ ആള് നോക്കണത്. കുറെ 500 വണ്ടികൾ ശ്രീറാമിന്റെ ഫിനാൻസിൽ പിടിച്ചു വെച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. അതും ഇതൊക്കെ എന്താണ് ബന്ധം? എന്താ? ഞാൻ ആരോടേലും പറഞ്ഞോ വണ്ടി എടുത്ത് വരാന്? ഞാൻ ഒറ്റ മനുഷ്യനോട് ഒറ്റ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. എല്ലാരും വണ്ടി എടുത്തിട്ട് വരും, ഇവിടെ നല്ല ഓട്ടം ഉണ്ട്, ഫിനാൻസ് അടക്കാം, നല്ല പൈസ സമ്പാദിക്കാം, ഞാൻ ഒറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ ഞാൻ എങ്ങനെ ഇൻക്ലൂഡിങ് ആവും? എന്തൊക്കെയാണ് പറയണത്? ഈ പറയണതിന് വല്ല അർത്ഥങ്ങൾ വേണ്ടേ? ഇതിനൊക്കെ പ്രൂഫ് വേണം. നമ്മൾ ഒറ്റ ആളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല വണ്ടി എടുത്ത് വരുന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് സംഭവം? ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് കുറെ ആൾക്കാർ 500 വണ്ടികൾ ഫിനാൻസ് പിടിച്ചു പോയി. അതിലെന്താണ് കാര്യം? പറയണതിന് വല്ല അർത്ഥവും വേണ്ട. എന്താ കാര്യം തരുന്നത്? അപ്പൊ അതാണ് ഇപ്പൊ ഇതിന്റെ കാര്യങ്ങള്. ഒറ്റ ഒന്നും പറയണീന് ഒന്നൊരു അർത്ഥമില്ലാത്ത പറച്ചിലാണ്. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് കുറെ ആൾക്കാർ കുഴി ചാടുന്നത്, കുറെ ഓട്ടം പോകുന്നത്, ഇതൊക്കെയാണ് ഇവര് പറയുന്നത്. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് മാത്രം, അല്ലാണ്ട് അവർ ഓടാത്തോണ്ടല്ല. പിന്നെ ഇവിടെ ഊബർ മാത്രമൊന്നല്ല, പണിയെടുത്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. ഊബർ തന്നെ ഓടണമെന്നുണ്ടെങ്കിൽ ഊബർ ഓടുക, ട്രിപ്പ് ഓടിയാൽ അതിന്റെ പൈസ കിട്ടും, കസ്റ്റമർ തരും. ഞാൻ അതല്ല വേറെയും പണികളുണ്ട്. അതൊക്കെ ഏത് പണിയാണെങ്കിലും പണിയെടുത്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് ഇവിടെ കുറെ ആൾക്കാർ വണ്ടി വിൽക്കുകയാണ്. വണ്ടി വിൽക്കണതൊക്കെ അവരവരെ ഇഷ്ടമാണ്. ചിലപ്പോൾ എന്റെ വണ്ടി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വിൽക്കുമായിരിക്കും. അതെന്താ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോകൾ, ഇന്നത്തെ ചർച്ചകൾ ഞാൻ ഗ്രൂപ്പിൽ കണ്ടത്. കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വീഡിയോസ് മാത്രമുള്ള ഈ ഗ്രൂപ്പ് കൂടി വന്നിട്ടുള്ളൂ. വേറെ ഒരു 3 ചാനല് നമ്മളിലാറെ റീച്ചായി നിൽക്കുന്ന അവിടെയുള്ള ടാക്സിക്കാരോട് ചിലപ്പോൾ ചോദിച്ചാൽ മനസ്സിലാവും അവർക്ക്. അങ്ങനത്തെ ചാനൽ വരെ ഊബർ ഓടുന്ന വ്ളോഗ് ഇടുന്ന ആൾക്കാരോട് എനിക്കറിയാം. ഞാൻ അതിന്റെ പേര് ഇതിൽ പറയുന്നില്ല. കാരണം നമ്മൾ കാരണം അവിടെ അവരാർക്കും ബുദ്ധിമുട്ട് വേണ്ട. അവർ കാരണം നമുക്കും ബുദ്ധിമുട്ടില്ല, നമ്മളും അവരെ പേര് പറയുന്നില്ല. ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് ഏതാ ചാനലുകൾ നോക്കിയാൽ. ഒരു 3 ചാനൽ കൊച്ചിക്കാരത്ത് മാത്രമായിട്ട് എനിക്ക് അറിയുന്ന ചാനലുകളുണ്ട്. പിന്നെ കുറെ പുറത്തത്തെ ആൾക്കാരുണ്ട്, നമ്മളെ താജു, അതേപോലെ റിക്സണ്, അവർക്കൊക്കെ വേറെയും ചാനലുണ്ട്. ആ കൊച്ചിക്കാരന്മാർക്ക് മാത്രം തന്നെ 3 ചാനൽമാർ എനിക്കറിയും. അവർക്കൊന്നും പ്രശ്നമില്ല. നമ്മൾ വീഡിയോ കണ്ടാൽ മാത്രമേ ആൾക്കാർ വരുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ നമ്മൾ കുറെ കുഴി ചാടിച്ചു നോക്കി, അതൊക്കെ ഏതാ കുഴിയെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഏതൊക്കെ കുഴിയെന്നാവും. അപ്പൊ ഇത്ര ഉള്ളൂ. ഇപ്പൊ എനിക്ക് ഇത്ര വീഡിയോസും വോയിസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഞാൻ നമുക്ക് പോണില്ല. കാരണം പറയണേല് യാതൊരു അർത്ഥമല്ല. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറെ ആൾക്കാർ മറ്റേ ട്രിപ്പ് ഇല്ലാണ്ട് കിടക്കുന്നുണ്ട്, മറ്റേ ഓട്ടമില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ഇട്ടുണ്ട്. അതിലൊന്നും അവർ പറയണേല് യാതൊരു അർത്ഥമല്ല. അതുകൊണ്ട് ഇനി എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് കേൾക്കും വേണ്ട. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യലില്ല. പിന്നെ ഇത് ഓരോ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ടാക്സിന്റെ ഗ്രൂപ്പ് കൂടി അധിക ഗ്രൂപ്പ് കൂടി ഇത് ചർച്ച ആവുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാവർക്കും പാടെ ഒറ്റ റിപ്ലൈ, അത്രേ ഉള്ളൂ എനിക്ക് എന്നെ കൊണ്ട് പറയാൻ കഴിയുള്ളൂ. നമ്മളെന്തായാലും ഇത് വീഡിയോ നിർത്തണമെന്നില്ല. കാരണം ഊബർ, യൂട്യൂബ് വേറെ വേറെ പ്ലാറ്റ്ഫോമുകളാണ്. യൂട്യൂബിൽ ഇടുന്നത് എന്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കും. ചിലപ്പോൾ ഞാൻ മൂന്നാർ പോയ ടൂർ പോയ അതൊക്കെ വീഡിയോ ഇടും. ഇതിപ്പോ എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാൻ വർക്കിന് പോകുമ്പോൾ കൂടുതൽ ടൈമും എന്റെ അവിടെയാണ് പോകുന്നത്, ആ വർക്കിൽ. അപ്പൊ ഞാൻ ആ വർക്കിന്റെ വീഡിയോസ് ഇടും. എന്തോരം യൂട്യൂബേഴ്സ് വർക്കിനോടെ വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ ഒരു വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിൽ നമ്മളാരോട് വണ്ടി എടുത്ത് വരാനും പറയണില്ല, അവിടെ ഊബർ ഓടാനും പറയുന്നില്ല, ഒന്നുമില്ല. ഞാൻ എന്റെ കാര്യങ്ങളെ പറയണേ. ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചു, ഇന്ന് താജുവിനെ കണ്ടു. നമ്മൾ ആ വീഡിയോ തന്നെ അധികം പറയുന്നില്ല. നമ്മൾ പണിക്കേ പോലില്ല. എപ്പോഴും താജുവോ അല്ലെങ്കിൽ മറ്റോനോ ആരെങ്കിലും കട കണ്ട പോലെത്തേക്ക് പോകും. ഓട്ടം എന്ന് പറയുന്ന സംഭവം നമ്മൾ നടക്കണില്ല. പിന്നെ എങ്ങനെയാണ് നമ്മള് വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരുന്നത്, വണ്ടി എടുക്കണതൊക്കെ നമുക്കറിയില്ല. ഒക്കെ ഓട്ടം ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കിട്ടിയിട്ട് ഒരാളെ മേത്തേക്ക് ഇടുക. അതും ആരെങ്കിലും ഒരാളല്ല നോക്കിയിട്ട് ഇങ്ങനത്തെ ഒന്നും വരൂല എന്നില്ല ആളെ മേത്തേക്ക് മാത്രമേ ഉള്ളൂ. കാരണം കൊച്ചിയിൽ തന്നെ 3-4 ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുകൾ. അവർക്കൊന്നും പ്രശ്നമില്ല, നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മള് വീഡിയോ കണ്ടിട്ട് മാത്രമേ ആൾക്കാർ കുഴി ചാടണുള്ളൂ. അത് കണ്ണ് കാണാത്തോണ്ടായിരിക്കും. എന്തായാലും അപ്പൊ ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് നമ്മൾ വല്ലാണ്ട് നീട്ടി പോണില്ല. ഞാൻ ഇന്ന് ഇടാൻ കരുതിയ വീഡിയോ നാളെ വരും. കാരണം ഇന്ന് ഇത് ചൂടോടെ കൊടുക്കണം. ഇന്നാണ് ഇപ്പൊ ഇതിന്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ശരിക്ക് അപ്ലോഡ് ചെയ്യാൻ കരുതിയ വീഡിയോ നാളെ വരും. പിന്നെ ബാക്കി കൊച്ചിയിൽ വന്നിട്ട്, ഞാൻ ഇപ്പൊ നാട്ടിലാണ്, കൊച്ചിയിൽ വന്നിട്ട് ബാക്കി ഊബർ ഓടുന്ന വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി.